പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് വാട്സപ്പിൽ വന്ന പുതിയൊരു അപ്ഡേറ്റ് ആണ് കേട്ടോ. ഈ അപ്ഡേറ്റ് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന നല്ലൊരു അപ്ഡേറ്റ് ആണ്. അപ്ഡേറ്റ് എന്താണ് കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. എപ്പോഴും പറയും പോലെ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത്തരം അറിവുകൾക്ക് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കൊടുക്കുക. ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് ആ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാട്സപ്പിലേക്ക് പോവാം. വാട്സപ്പ് ഇതുപോലെ നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കറിയാം ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിങ്സ് എടുക്കാം. അതിനുശേഷം നമുക്ക് പ്രൈവസി എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷനിലാണ് നമുക്ക് ഈ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. അത് ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കോൺടാക്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ പുതുതായിട്ട് വാട്സപ്പ് കോൺടാക്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പുതുതായിട്ട് വന്നത് കാണാൻ സാധിക്കും. നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ ഈ ടെക്സ്റ്റ് ഭാഗത്ത്, അതായത് ഡിഫോൾട്ടായിട്ട് ഇതുപോലെ ഓൺ ചെയ്താണ് ഈ ഓപ്ഷൻ കിടക്കുന്നത്. ഈ ടെക്സ്റ്റ് ഭാഗത്ത് ഇതുപോലെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇങ്ങനെ ഒരു പോപ്പോട് കൂടിയ ഒരു മെസ്സേജ് പോലെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഒരു നമ്പർ വാട്സപ്പിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ വാട്സപ്പിൽ നമുക്ക് സേവ് ചെയ്യാമല്ലോ, നമുക്ക് ഏതെങ്കിലും നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പിൽ സേവ് ചെയ്യാമല്ലോ. ആ വാട്സപ്പിൽ നമ്മൾ സേവ് ചെയ്യുന്ന നമ്പർ നമ്മൾ വാട്സപ്പിൽ രജിസ്റ്റർ ചെയ്ത ആ നമ്പറിലാണ് ഈ നമ്പറെല്ലാം സേവ് ആയി കിടക്കുന്നത്. അത് ഏതെങ്കിലും ഒരു വിധത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മറ്റൊരു നമ്പറിലേക്ക് മാറേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ നമ്പർ മറ്റാരെങ്കിലും എന്തെങ്കിലും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും സാഹചര്യത്തിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ സേവ് ചെയ്ത എല്ലാ നമ്പറുകളും അവർക്ക് റിക്കവർ ചെയ്ത് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ വാട്സപ്പ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്തിരിക്കുന്ന നമ്പറുകളെല്ലാം ഡിലീറ്റ് ആയി പോകുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്, പ്രൈവസിയുടെ ഭാഗമായിട്ട്. അതുപോയിട്ട് നമുക്കിവിടെ ലാൻഡ് മാർക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിലാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഗൂഗിൾ ട്രാൻസ്ലേറ്റോ മറ്റോ ആപ്ലിക്കേഷനിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം അത് വായിച്ച് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അതുപോയിട്ട് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമുക്ക് വാട്സപ്പിൽ ഇതുപോലെ ഒരു നമ്പറിൽ മെസ്സേജോ അല്ലെങ്കിൽ കോളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വാട്സപ്പിൽ വെച്ച് ഇതുപോലെ സേവ് ചെയ്യാമല്ലോ. ഇതുപോലെ നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത്, ഞാനിപ്പോൾ ഇവിടെ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ നെയിം കൊടുക്കാം. ഇതുപോലെ ഒരു നെയിം കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ താഴെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, സൈൻ കോണ്ടാക്ട് ടു ഫോൺ. ഇത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ കോണ്ടാക്റ്റിലേക്ക് ഈ നമ്പർ ആഡ് ആവത്തുള്ളൂ. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വാട്സപ്പ് വഴി നിങ്ങൾ സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്തതിന് ശേഷം മാത്രമേ ഇത് സേവ് ചെയ്യാവൂ. എന്നാൽ മാത്രമേ നമ്മുടെ ഫോൺ കോണ്ടാക്റ്റിൽ ഈ നമ്പർ സേവ് ആയി കിടക്കുകയുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം. എന്തായാലും ഈ പുതിയ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കിടന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്തരം മറ്റൊരു അറിവുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.